ആദ്യം തന്നെ ഒരു കാര്യം പറയാം. വെറും 18 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചോമന പൈതളിനെ ഒരു പൊന്നുമോളെ 18 വയസ്സുകാരൻ പീഡിപ്പിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് പൊന്നുപ്രേക്ഷകരെ. ആ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. ആരാണ് പീഡിപ്പിച്ചത്? ആ പിഞ്ചോമന കുഞ്ഞിൻ്റെ അമ്മ പൊട്ടിക്കരയുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ ഈ വീഡിയോയിൽ വെച്ചു തരാം. എല്ലാവരും കാണണം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഉസ്താദന്മാർ പടം ജയിപ്പിക്കുന്ന കാലമാണോ? അതായത് എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഞാനിവിടെ സ്വാമിമാർക്ക് ആപത്ത് സംഭവിച്ചാലും ക്രിസ്ത്യാനികളായ നമ്മുടെ അതായത് പള്ളിയിൽ അച്ഛന്മാർക്ക് ആപത്ത് സംഭവിച്ചാലും ഈ പറയുന്ന മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഞാൻ വിളിച്ച് പറയുന്ന ഒരാളാണ്. ഈ ഒരു മേഖലയിൽ ജാതി മതമോ അല്ലെങ്കിൽ BJPയോ LDF UDF അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം പറയാം. അൻസാരി സുഹുരി ഉസ്താദിന് സൈബർ അറ്റാക്കാണ്. പറയുന്നത് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം സിനിമ മൊത്തത്തിൽ കണ്ടത് സുഡാപ്പികളാണ്. അത് സുഡാപ്പികൾ കാണാൻ കാരണം, രാജദ്രോഹികൾ കാണാൻ കാരണം അൻസാരി സുഹുരി ഉസ്താദ് വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എല്ലാ സുഡാപ്പികളും ആ ഒരു സിനിമ പോയി കണ്ടു. അങ്ങനെയാണ് ആ ഒരു സിനിമ വിജയിച്ചത്. ഞങ്ങളാരും ഇനിയും കാണില്ല എന്നാണ് ചില സംഖ്യകൾ പറയുന്നത്. ഒരു കാര്യം പറയാം, അവിടെ മോഹൻലാൽ, നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആ ഒരു പൊന്നുമോള്, അവൾ നല്ല രീതിക്ക് അഭിനയിച്ചിട്ടാണ് പൊന്നു പ്രേക്ഷകരെ ആ ഒരു സിനിമ നല്ല നിലയിൽ ജയിക്കുന്നത്. അല്ലാതെ ഉസ്താദ് പറഞ്ഞിട്ടൊന്നുമല്ല. ഓക്കെ നമുക്ക് അൻസാരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, വിസ്മയ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇന്ന് ഉസ്താദ് ചില മറുപടി കൊടുക്കുന്നുണ്ട് ഒന്നൊന്നായിട്ട്. അതായത് എല്ലാത്തിനുമായിട്ടുള്ള മറുപടിയാണ് ഉസ്താദ് കൊടുക്കുന്നത്. നമുക്ക് ഉസ്താദിന്റെ മറുപടി ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, ഹിന്ദുക്കളെ വിമർശിക്കാം, ക്രിസ്ത്യാനികളെ വിമർശിക്കാം, മുസ്ലിമിനെ വിമർശിക്കുക. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കിയത്? ഹിന്ദു മതത്തെ വിമർശിക്കാം, ക്രിസ്തീയ മതത്തെ വിമർശിക്കാം, പക്ഷേ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ പറ്റത്തില്ല. TG സാറേ, ഈ പറഞ്ഞത് ഒരു വിമർശനമല്ലേ? ഓക്കെ, ഉസ്താദ് പറയുന്ന ബാക്കി വെച്ച് തരാം. സംഘികളെ, നിങ്ങൾക്ക് ഇതിനും നല്ലത് ചാവുന്നതാണ്. ഓക്കെ, വല്ലാത്ത കഷ്ടം തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന ഭയപ്പെടുത്തലും ഒരു ഇസ്ലാം വിമർശനമല്ലേ? ഞാനിപ്പോൾ ഇതിന് മറുപടി പറയുന്ന ഒറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മറുപടി പറയാൻ പാടില്ലാത്തതാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരു സമയം, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. സാറേ, ഇവിടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ മുസ്ലിമീങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ മുസൽമാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് എവിടെയെങ്കിലും ഹിന്ദു വിമർശനം, ക്രിസ്ത്യൻ വിമർശനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പോരാട്ടം, ഹിന്ദുക്കൾക്കെതിരെയുള്ള പോരാട്ടം, ഇങ്ങനെ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുണ്ടോ? ഫേസ്ബുക്ക് പേജുകളുണ്ടോ? നിരന്തരമായി ഒരു ദർശനത്തെ എതിർക്കാൻ, ക്രിസ്തീയ വിശ്വാസങ്ങളെ എതിർക്കാൻ, അവരുടെ ആശയങ്ങളെ അവഹേളിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പേജ്, അതിനുവേണ്ടി നിരന്തരമായി നിലനിൽക്കുന്ന ആളുകൾ, അതിൻ്റെ വാക്താക്കളായി നിലനിൽക്കുന്ന ആളുകൾ, അതിൻ്റെ പാർപ്പിടമായി നിലനിൽക്കുന്ന ആരെങ്കിലും TG സാറിനറിയോ? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് എങ്ങനെയാണ് ആ ഒരു ഹിന്ദുവിനെ തകർക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്രിസ്ത്യാനിയെ തകർക്കുക എന്ന് ഒരു പള്ളിയിലും ആരും ചർച്ച ചെയ്യുന്നില്ല. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എല്ലാം സംഘികൾ പച്ചക്കളവ് പറയുന്നതാണ്. ബാക്കിയും കൂടി കേൾക്കാം. എന്നാൽ സാറേ, നിങ്ങളുടെയൊക്കെ വാട്സപ്പ് തുറന്നാൽ ആയിരക്കണക്കിന് ഇസ്ലാം വിമർശനത്തിൻ്റെ കുത്തക അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. 24 മണിക്കൂർ ഈ മുസ്ലിമും ഇസ്ലാമും തന്നെ ചർച്ച. അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ നിലയിലുണ്ട്, ഫേസ്ബുക്കിൽ എത്ര പേജുകളുണ്ട്, എത്ര ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമും ഇസ്ലാമും അപകടത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഉസ്താദ് ശശികളൊക്കെ വെച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഇല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ടും, നിങ്ങൾ ഇങ്ങനെല്ലാം വിമർശിച്ചിട്ടും നിങ്ങൾ ഭയപ്പെടുന്ന എന്താണ്? നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ആളുകൾ മറ്റൊരു ആശയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാടല്ല നിങ്ങൾക്ക്? ഞങ്ങൾ അങ്ങനെങ്കിലും ആളുകൾ ഇങ്ങനെ വിട്ടുപോകുന്നു, മറ്റേ ആശയങ്ങളിലേക്ക് പോകുന്നുള്ള ഭയപ്പാടുണ്ടോ? ഇനി ഇതെല്ലാം പോട്ടെ, TG സാറിന് ചിന്തിക്കാൻ വേണ്ടി വേറും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ഇസ്ലാം വിമർശകനായി നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന ആരിഫ് ഹുസൈൻ അല്ലേ? അദ്ദേഹം ഇസ്ലാമുമായി അദ്ദേഹത്തിന് എന്ത് ബന്ധമെന്ന് അറിയത്തില്ല. ഖുർആൻ അറബി ഉച്ചാരണം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധമായി ഖുർആനുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ടോ ഒരു ബിരുദം പോലും അദ്ദേഹത്തിനില്ല അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട TS ശ്യാംകുമാർ, അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ, എൻ്റെ അറിവ് അനുസരിച്ച് പറയാണ്, സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് അല്ലേ? അതിമനോഹരമായി ഹിന്ദു വിമർശനം നടത്തുന്ന ആളാണ്. ഞങ്ങൾ ആരെങ്കിലും TS ശ്യാംകുമാറിനെ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നുണ്ടോ?
ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം, എന്തും മനോഹരമായിട്ടല്ലേ ഈ ഒരു ഉസ്താദ് മറുപടി കൊടുക്കുന്നത്. ഞാൻ പൊക്കി പറയുന്നതല്ല, നിങ്ങൾ തന്നെ പറയണം എന്തൊരു മനോഹരമല്ലേ ഈ ഒരു മറുപടി. ബാക്കിയും കൂടി കേൾക്കാം. അദ്ദേഹത്തിൻ്റെ നല്ല ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്, ചിലപ്പോൾ ഷെയർ ചെയ്യും, അത് കേൾക്കും. അത് മൊത്തത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവെക്കാറുള്ളൂ. അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ടോ, പങ്കുവെക്കാറുണ്ടോ? അദ്ദേഹത്തിനെ ഞങ്ങൾ വേദി കൊടുത്തിട്ട് നിങ്ങൾ ഹിന്ദുവിനെ വിമർശിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളം കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ആരിഫ് ഹുസൈന് വേദി കൊടുക്കുന്ന ആരാ? ആരിഫ് ഹുസൈനെ കൊണ്ട് നിരന്തരമായി എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത് അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം തരംതാന്ന പ്രയോഗം. നിങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗുരുമൂർത്തിയില്ലേ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനൻ ടി വിയിൽ വന്ന് പച്ചക്ക് തോന്നിയ ദിവസം പറയല്ലേ, ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇന്ന് വരെ ഒരു മുസൽമാൻ രാമനെയോ കൃഷ്ണനെയോ നിങ്ങളുടെ ഏതെങ്കിലും ദർശനങ്ങളെയോ ഞങ്ങൾ ആരെങ്കിലും അവഹേളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒരു കാര്യം പറയാം, ഉസ്താദ് പറയുന്ന ബാക്കി വെച്ച് തരാം. അതായത് ഈ പറയുന്ന ആരിഫ് ഹുസൈന് വരുന്ന ഫോൺ ഉണ്ടല്ലോ, ഫോൺ കോൾ, അത് ഉള്ളതല്ല, അത് സ്ക്രിപ്റ്റഡാണ്. ഓക്കെ, അതായത് ആരിഫ് ഹുസൈൻ തന്നെ പറഞ്ഞ് വിളിപ്പിക്കുന്നതാണ്, നീ ഇന്ന രീതിയിൽ സംസാരിക്കണം, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു 500 രൂപ അയച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നിങ്ങളാരും അത് സത്യമെന്ന് വിചാരിക്കല്ലേ പൊന്നു പ്രേക്ഷകരെ. ആരിഫ് ഹുസൈൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പക്ക ഉഡായിപ്പ് ഫോൺ സംഭാഷണമാണ് അതെല്ലാം ആരിഫിൻ്റെ മറ്റേ ചാനലിൽ വരുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അതൊരു സംഖ്യയാണ് സംസാരിക്കുന്നത് അർത്ഥത്തിൽ. ബാക്കിയും കൂടി കേൾക്കാം. ഞങ്ങളുടെ പണ്ഡിതന്മാർ മഹാസമ്മേളനം നടക്കുന്നു, ലക്ഷങ്ങൾ കൂടുന്ന അത്തരം സമ്മേളനം നിങ്ങൾ ഇതുവരെ നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ലക്ഷങ്ങൾ കൂടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സംഘടന നടത്തുമ്പോൾ പോലും ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. അവരുടെ മുമ്പിൽ നടത്തുന്ന പ്രസ്താവനകൾ, ബഹുമാനപ്പെട്ട AP ഉസ്താദാണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും ഇസ്ലാമിലെ മറ്റ് സംഘടനകൾ, അവരുടെ പണ്ഡിതന്മാർ, അവരുടെ നേതൃത്വം, ആ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന പ്രസംഗമെങ്കിലും ബഹുമാനപ്പെട്ട TG സാറെന്ന് കേട്ടു നോക്ക്. എത്ര മനോഹരമായാണ് അവരുടെ ഇസ്ലാമിക സിദ്ധാന്തങ്ങളെ, ആശയങ്ങളെ, അച്ചടക്കങ്ങളെ, സ്വഭാവത്തെക്കുറിച്ച്, സവിശേഷമായ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ ആയെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനും മരിക്കാൻ കഴിയൂ എന്ന നിതാന്ത ദർശനത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങളൊക്കെ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപകടത്തിലാണ്, ദേ വരുന്നു മുസൽമാൻ, അവൻ ഇപ്പം രാജ്യം പിടിച്ചടക്കും, ഇതല്ലേ നിങ്ങളുടെ ചർച്ച? നിങ്ങൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അറിയാൻ പറ്റും. ഭരണം നിങ്ങളുടെ കയ്യിൽ, അധികാരം നിങ്ങളുടെ കയ്യിൽ, പട്ടാളം നിങ്ങളുടെ കയ്യിൽ, പോലീസ് നിങ്ങളുടെ കയ്യിൽ, എന്നിട്ട് നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഞാൻ ഈ ഒരു കോണ്ടന്റ് എടുത്തത് നിരന്തരം അൻസാരി ഉസ്താദിന് നേരെ കല്ലേറാണ് സോഷ്യൽ മീഡിയയിൽ. സംഘികൾ പറയുകയാണ് അൻസാരി കാരണമല്ലേ വിസ്മയ മോഹൻലാൽ ഇത്ര മേൽക്കെത്തിയത്, അൻസാരിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുകയാണ്. നാണമുണ്ട് അവറ്റകൾക്ക്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾ നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു രോമത്തിൽ തട്ടുന്ന സംഗതിയല്ല. സാറ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയപ്പെട്ട ജാമിദയാണെങ്കിലും രോമസിംഹമാണെങ്കിലും ഇവരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയൊക്കെ നടത്തിയില്ല. എന്താ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട്? ജനൻ ടി വിയിൽ കൊണ്ടുവന്ന് ജാമിദയെ സംസാരിപ്പിച്ചു. വളരെ വൃത്തികെട്ട സംസാരങ്ങൾ, അവർ അങ്ങേയറ്റം വൃത്തികെട്ട സംസാരിക്കുക. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് മുസൽമാനും ഇസ്ലാമിനും എന്ത് സംഭവിച്ചു? സാറേ, ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് അതിൻ്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ആ ഇസ്ലാം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ അക്രമം, ആശയപരമായ അക്രമം, ആയുധപരമായ അക്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളും അക്രമങ്ങളും സായുധ അക്രമങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടന്നിട്ടും ഞങ്ങൾ അതിനെയൊക്കെ ഏത് രൂപത്തിലാണ് നേരിട്ടിട്ടുള്ളൂ എന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഉസ്താദ് പറയുന്ന അടുത്ത ഭാഗം വെച്ചിട്ട് നമുക്ക് മറ്റാ പീഡിപ്പിച്ച ഒരു വേദനിപ്പിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മന്തിക്കടകൾ ഇങ്ങനെ വരുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയില് ഒരു ദിവസം അവര് വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ട് അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെ കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവന മാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോ ഇതിന്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? 30 കിലോ കോഴിയിൽ നിന്ന് ലാഭം 1,95,000 രൂപ. എൻ്റെ ഇലാഹായ റബ്ബേ, ഒരു ഫുൾ മന്തിക്കാണെങ്കിൽ 850 രൂപ മുതൽ 900 വരെ. എങ്ങനെല്ലാം കണക്ക് കൂട്ടി നഖമിങ്ങനെ കടിച്ച് മാറ്റി കിട്ടും. കണക്കങ്ങോട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ 1,95,000 രൂപ ലാഭം കിട്ടുകയാണ്?
1,95,000 ലാഭം ഇല്ല സത്യത്തിൽ. അത് ആ ഒരു ഡാഷ് മോൻ കള്ളം പറഞ്ഞതാണ്. ഓക്കെ, അത്ര ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് 30 കിലോ കോയിൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് ഒരു പാവപ്പെട്ട പാകിസ്ഥാനിലാണ് സംഭവം. ഒരു കാര്യം പറയാം, പാകിസ്ഥാനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും കുട്ടികളെ പീഡിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അതായത് 18 മാസം മാത്രം പ്രായമുള്ളൊരു പെൺകുഞ്ഞിയെ 17കാരൻ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഒരു വാർത്ത കേൾക്കാം. അതിനുശേഷം അൻസാരി ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി ഞാൻ വെച്ച് തരാം. 18 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, അതിനെ 17 വയസ്സുള്ള ഈ ഇവൻ ലൈംഗികപരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കി. ഈ സംഭവം നടന്നത് കറാച്ചിയിലാണ്. ഈ കുഞ്ഞിന്റെ അമ്മയുടെ കസിനാണ് ഇവൻ. കഴിഞ്ഞ 1.5 വർഷമായി ഇവൻ ഇവരുടെ വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിന്റെ മരണ ദിവസം കുഞ്ഞിന് മിഠായി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ ഈ കുട്ടീനെ പുറത്തോട്ട് കൊണ്ടുപോയി. 25 മിനിറ്റിന് ശേഷം കുഞ്ഞിനെ അവളുടെ ചെറിയമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇവൻ പോയി. ആ സമയത്ത് കുട്ടി ബോധരഹിതയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്രൂരകൃത്യം ഇവൻ തനിയല്ല ചെയ്തത്, ഇവനോടൊപ്പം മറ്റു 2 പേരും കൂടി ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. വല്ലാതെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഡയപ്പർ മാറ്റാൻ അമ്മ ശ്രമിച്ചപ്പോഴാണ് കഠിനമായ രക്തസ്രാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ അമ്മയുടെ മടിയിൽ കിടന്ന് ആ കുഞ്ഞു മരിച്ചു. ഇവിടെ പല ചാനലുകളിലും വന്നിരുന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കുറെ വിദ്വാൻമാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാരുടെ കാമപ്രാന്ത് അവസാനിപ്പിക്കാൻ വേണ്ടി എത്ര പെൺകുട്ടികളെ നിങ്ങൾ തുണിയിൽ പൊതിഞ്ഞു വെക്കും? ഇവർ പോൺ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോസിലൊക്കെ കാണുന്ന നഗ്ന ശരീരങ്ങളെ നിങ്ങൾ തുണി വെച്ച് മൂടി പുതപ്പിക്കുമോ? വിദേശ രാജ്യങ്ങളിലൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, സൈക്യാട്രിക് ഇഷ്യൂ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അവർക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ഈ ചാനലിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നവരൊക്കെ തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, പുരുഷന്മാർക്ക് വികാരം ഉണ്ടാകും പോലും അത് അവർ എവിടെയെങ്കിലും ഒക്കെ തീർക്കും. അതിപ്പോ കുട്ടികളോടായാലും വൃദ്ധകളോടായാലും അവർ തീർക്കാനുള്ളത് തീർക്കും പോലും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് കുട്ടിയായിരിക്കണം, അല്ലെങ്കിൽ ആ വൃദ്ധയായിരിക്കണം, അല്ലെങ്കിൽ എവിടെയും ഇല്ലാത്ത ഏതെങ്കിലും ഒക്കെ പെൺകുട്ടികളായിരിക്കണം. ട്രേഡിംഗ് പഠിക്കാം ട്രേഡ് മാക്സ് അക്കാഡമിയോടൊപ്പം. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ തികച്ചും സ്വാർത്ഥരും മുൻകരുതലുള്ളവരായി മാറണമെന്നാണ് ഈ സമൂഹവും ഈ ഇൻസിഡൻസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് അപരിചിതരിൽ നിന്നല്ല, മറിച്ച് നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളിൽ നിന്നോ കസിൻസിൽ നിന്നോ ഒക്കെയാണ്. അതിനാൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ വ്യക്തമായ ബൗണ്ടറീസ് നിശ്ചയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അനുവാദമില്ലാതെയോ നിങ്ങളുടെ നിരീക്ഷണത്തിലല്ലാതെയോ കുട്ടികളെ ആരുടെയും കൂടെ പുറത്തുവിടരുത്. നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും കുട്ടികളെ മറ്റുള്ളവരുടെ വീടുകളിൽ രാത്രി തങ്ങാൻ അനുവദിക്കരുത്. കുട്ടികളെ എപ്പോഴും നിങ്ങളുടെ കണ്ണെത്തുന്ന പരിധിയിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ സ്ഥാപിക്കുന്ന ബൗണ്ടറീസിനെ ചോദ്യം ചെയ്യുകയോ നിങ്ങളുടെ നിലപാടുകളിൽ വിഷമിക്കുകയോ ചെയ്യുന്നവരുമായുള്ള ബന്ധം താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവരെ ബഹുമാനിക്കണം, ബന്ധുക്കളെ സംശയിക്കരുത് തുടങ്ങിയ പരമ്പരാഗതമായി നമ്മൾ കൊണ്ടുകിടക്കുന്ന കുറെ ചിന്താഗതികളുണ്ട്. എന്നാൽ കുട്ടികളുടെ ക്ഷേമത്തിന് മുകളിലല്ല മറ്റൊന്നും എന്നുള്ളത് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അവർക്ക് ശബ്ദമായില്ലെങ്കിൽ, വ്യക്തമായ അതിർവരമ്പുകൾ നമ്മൾ അവർക്ക് വേണ്ടി തീർത്തു കൊടുത്തില്ലെങ്കിൽ, നാളെ നമ്മുടെ മക്കളും ഈ 18 മാസം പ്രായമുള്ള കുട്ടീനെ പോലെ ആയിത്തീരും. മക്കളുടെ സുരക്ഷ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ പുനഃപ്രേക്ഷകരെ, വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. എന്താ അല്ലേ, അവനെയൊക്കെ തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നോക്കൂ നിങ്ങൾ, എന്താ അല്ലേ, 1.5 വയസ്സ് പോലും ആവാത്ത ഒരു എങ്ങനെ മനസ്സ് വരുന്നു അല്ലേ? എന്തായാലും ഒരു 18 വയസ്സാണെങ്കിൽ നമുക്ക് പീഡനം തെറ്റ് തന്നെയാണ്. ഇവിടെ നോക്കൂ, 18 മാസം മാത്രം പ്രായമുള്ള വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഞാനൊന്നും പറഞ്ഞാൽ കൂടി പോകുമ്പോൾ പ്രേക്ഷകർ. ഓക്കെ, നമുക്ക് അൻസാരി ഉസ്താദിൻ്റെ സ്പീച്ച് മൊത്തത്തിൽ കേട്ടിട്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. പുതിയ 5 മന്തിക്കട തുടങ്ങുമ്പം 20 കട പൂട്ടുകയാണ്. എന്നിട്ടും ഈ 1,95,000 രൂപ ലാഭം കിട്ടുന്ന മന്തിക്കട, അത് 30 കോഴിന്ന്. അതാണ് ലാഭം കിട്ടിക്കോട്ടെ, 30 കോഴിന്ന്. നിങ്ങൾക്ക് ചേട്ടനെ മനസ്സിലായിട്ടില്ലല്ലേ? ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് കൂടിയാണ്, പഴയ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. അതുകൊണ്ടൊന്നും പറയില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാൾ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ 4-5 പിള്ളേരുണ്ടാകുമ്പം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ ക്രി 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 സംഖ്യയില്ലേ, ആ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ആ ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരോധം ഇങ്ങനെ നൈസായിട്ട് ഒഴുക്കി വിടുന്ന ആളാ. ഓക്കെ, ഉസ്താദ് പറയുന്നത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. എന്തുകൊണ്ടാണ് അച്ചായൻ ഇത്ര വലിയ ചൊറിച്ചിലും ഈ ഒളിച്ചു കടത്തലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അച്ചായനൊക്കെ ഒരു കാലഘട്ടത്തിൽ കയ്യാളിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ ഇപ്പം മറ്റു പലരും വരാൻ തുടങ്ങി. ഇപ്പം മുസ്ലിം സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു കാലത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഉള്ള ജില്ലകളിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ അവർ രംഗത്തേക്ക് വന്നപ്പം അതൊരു പ്രശ്നം. രണ്ടാമത്തെ, കച്ചവട മേഖലകളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എപ്പോഴും കച്ചവടക്കാരാണ്. അവർ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ചിട്ട് കച്ചവടം ചെയ്യും. അല്ലാതെ
ഈ മക്കൾ അയച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാതെ, പച്ചമീൻ മേടിക്കുന്നത് തുടക്കമീൻ മേടിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത് ഏത് സമൂഹം, ഇവരുടെ ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അതിൻ്റെ വാതിക്ക് ഒരു കട ഇട്ടിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക, ആ കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇതൊക്കെയാണ് മുസ്ലിം സമൂഹം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അപ്പൊ എല്ലാ മേഖലകളിലും അങ്ങനെ വിജയം കൈയാളുമ്പം ഇരിക്കപ്പുറതി ഇല്ലാത്തതിന്റെ ഇരിക്കപ്പുറതി ഇല്ലാത്തതിന്റെ അസ്വാസ്ഥ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറഞ്ഞ ആളുകൾ വർഗീയവാദിയാണല്ലോ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ താളത്തിൽ ഓളത്തിൽ മന്തിക്കട NI എന്നൊക്കെ പറയുന്നത്. ചായോ, ആ പഴയ കൂട്ടുകാരനെ നമുക്കറിയാം. അയാൾ പറഞ്ഞിരുന്നു എന്നോട്, കുറെ ഫോട്ടോസും കുറിപ്പുകളൊക്കെ എഴുതി തന്നു. കൈ വെച്ചോ, പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ നിന്ന ആ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വിശദീകരിക്കും. അപ്പം പിന്നെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഏത് മന്തിക്കടയിലാണ് 30 കിലോക്ക് 1,95,000 രൂപ ലാഭം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നാണം, മാനം, ഉളുപ്പ്, സഭയോട് പറഞ്ഞു ഉളുപ്പ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികേടുകൾക്കപ്പുറം ഇത് കേട്ടിരിക്കുന്ന പ്രബുദ്ധ മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഈ 30 കിലോ കോഴി എങ്ങനെയാണ് 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കട? 30 കിലോ 5-6 ലക്ഷം ലാഭം കിട്ടുന്ന മന്തിക്കടയുണ്ട്. 30 കിലോ കോഴിയിൽ നിന്ന് ഒരു മന്തിക്ക് 850 രൂപയാണ്. ഈ 30 കിലോ കോഴി, അത് 1 കിലോ കോഴിയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴി മേടിച്ചാൽ അത് 4 പീസായിട്ട് മാറ്റിയിട്ടാണ് ഒരു മന്തി കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടിയിട്ട് 1,95,000 രൂപ ലാഭം കിട്ടുമെന്ന് പറഞ്ഞു? ഈ വൃത്തികേട് പറയല്ലേ, നാണക്കേട്. അത്യാവശ്യം മറ്റ് സമൂഹങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, അച്ചടക്കമുള്ള ആളുകൾ, അവരെ നാറ്റിക്കരുതെന്ന് പറയണം. ഓക്കെ, ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഉസ്താദ് പറയുന്നത് ശരിയായിട്ടാണ് തോന്നിയത്, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.